എല്ലാവർക്കും ട്വിങ്കിൾസിലേക്ക് സ്വാഗതം. അപ്പൊ ഈ വീഡിയോന്റെ കണ്ടന്റ് എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്താ ഈ വീഡിയോന്റെ കണ്ടന്റ്? നമ്മുടെ SLCത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആയ അരിത്തമാറ്റിക് സീക്വൻസിനെ ഈസി ആയിട്ട് പറഞ്ഞു തരാന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ ഈ വീഡിയോന്റെ കണ്ടന്റ് ഈസി ആയിട്ട് SLC കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് റനാ നഹാർ. എനിക്കിപ്പോൾ 15 വയസ്സാ. അപ്പോൾ ഞാനിപ്പോൾ SLC കഴിഞ്ഞ് ഇനി +1 പോകാൻ പോകുന്നത്. ഓക്കെ, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് കിട്ടിയില്ലേ? അപ്പോൾ അത് ഞാൻ കുറേ വിശദീകരിക്കുന്നില്ല ഈ വീഡിയോയിലൂടെ. ഓക്കെ, എൻ്റെ ക്യാമറയും ലൈറ്റിംഗ് ഒന്നും വലിങ്ങനെ നല്ല ഒന്നല്ല, അതുകൊണ്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ SLCയിലത്തെ എന്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാനത് ഈസി ആയിട്ട് പറഞ്ഞുതരാം. കാരണം SLC പഠിക്കുമ്പോൾ ഞാൻ നല്ല കലക്കി കുടിച്ചിട്ടാ പഠിച്ചിന്. അതുകൊണ്ട് എനിക്ക് SLCയിൽ എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അരിത്തമാറ്റിക് സീക്വൻസ് എന്നുള്ള പാഠം ഞാൻ ഈസി ആയിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ എല്ലാം വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഞാനത് നല്ല രീതിയിൽ ഇനിയും നന്നാക്കാൻ ശ്രമിക്കാം. ഓക്കെ, എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ എൻ്റെ സ്റ്റഡി എക്സ്പെൻസസ് ഒറ്റക്ക് എഫോർഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ആ ഗോളാണ്, ആ ഗോൾ ഞാൻ അച്ചീവ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഉള്ളൊരു വഴിയാണ് യൂട്യൂബ് ചാനൽ. അത്രയും നിങ്ങൾക്കറിയാമല്ലോ എന്നെക്കുറിച്ച്. അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അരിത്തമാറ്റിക് സീക്വൻസ് എല്ലാം വലിയ കാര്യമായിട്ട് കരുതേണ്ട വല്ല ആവശ്യമുണ്ടോ? നോ, ഒന്നും പേടിക്കണ്ട. കാരണം എന്താ, സിമ്പിളായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. ആദ്യം തന്നെ നമ്മളിപ്പോൾ ഞാനിവിടെ വേർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരുന്നല്ലേ, എവിടെയാണ് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണ്ടേ. വെറുതെ യൂസ് ഇല്ലാണ്ട് മനുഷ്യന്മാരൊന്നും ചെയ്യൂലല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യം എന്താണ് അതിനെ കൊണ്ടുള്ള യൂസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ ഇപ്പോൾ എൻ്റെതായിട്ട് എക്സാമ്പിളായിട്ട് ഞാൻ എൻ്റെ തന്നെ എടുക്കാം. എൻ്റെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നവംബർ 24 ഓക്കെ, അപ്പോൾ അന്ന് എനിക്ക് 15 വയസ്സായി. ഇപ്പം എനിക്ക് 15 വയസ്സാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം 2023 നവംബർ 24 എനിക്ക് 15 വയസ്സായി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതുന്നതാ 15 ഞാൻ എഴുതി. എൻ്റെ വയസ്സ് ഇപ്പോൾ ഇവിടെ എഴുതിയിട്ട് റൗണ്ട് ഇട്ട് വെച്ച്. ഓക്കെ, അപ്പോൾ 15 ഇയേഴ്സ് 2023. അപ്പോൾ ഈ 2022 എത്ര വയസ്സ്? 14 വയസ്സാണ് അല്ലേ, 14 ഇയേഴ്സ് ആണ്. അപ്പോൾ എൻ്റെ വയസ്സ് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? എനിക്കിപ്പോൾ 15 വയസ്സ്. 2022 എനിക്ക് 14 വയസ്സ്. 2024 എനിക്ക് ഇനി 16 വയസ്സാവാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ അതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾ ഈ വയസ്സുകൾ മാത്രം ഞാനിപ്പോൾ എഴുതിയ സ്ക്രീനും എഴുതിയ കാര്യം മാത്രം ഒന്ന് നോക്കിയാട്ടെ, അത് മാത്രം നോക്കണം. ഓക്കെ, വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. ഫോക്കസ്. അപ്പോൾ 14 15 ആവണമെങ്കിൽ എത്ര കൂടണം? 1 കൂടണം അല്ലേ? ഇതാ, അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് +1, അതായത് 14ൻ്റെ കൂടെ 1 കൂട്ടി 15. ഓക്കെ, അപ്പോൾ 15 16 ആവണമെങ്കിലോ 1 കൂട്ടണം. അപ്പം നമുക്ക് പിന്നെ എഴുതാം എന്ത്? ആരോ മാർക്ക് +1. ഓക്കെ, 15ൻ്റെ കൂടെ 1 +1, 15 +1 16 മാറി. ഓക്കെ, അപ്പോൾ 14 15 16. ഓക്കെ, ഈ ഒരു സംഭവം, ഈ ഒരു പാറ്റേണ് 1 കൂടിയാണ് പോകുന്നത്. ഇപ്പം ഇനി 16 കഴിഞ്ഞ് എനിക്ക് എത്ര വയസ്സാവും? 17. ഓക്കെ, അപ്പോൾ ഓരോ വയസ്സ് കൂടിയാൽ മനുഷ്യർക്ക് പോവുക. ഒന്നാണ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 14 15 ആവാൻ 1 കൂടി, 15 16 ആവാൻ 1 കൂടി, 16 17 ആവാൻ 1 കൂടി, ഇനിയും 18 ആവാൻ 1 കൂടും. അപ്പോൾ 1 എന്ന് പറയുന്ന സംഖ്യ കോൺസ്റ്റൻ്റ് ആണ്, അതായത് അത് മാറുന്നേയില്ല, എപ്പോഴും 1 തന്നെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ പാറ്റേണിൽ അപ്പോൾ 1 കൂടിയാണ് പോകുന്നത്. ഓക്കെ,
അപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ കൂടിയാണ് പോകുന്നത്. കോമൺ ഡിഫറൻസ് എന്നാണ് ആ ഒരു കൂടുന്ന നമ്പറിന് പറയുക. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാ? 1 ആണ് ഇവിടെ കോമൺ ഡിഫറൻസ്. കാരണം 1 ആണ് കൂടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേണിൽ കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. 14 15 ആവാൻ 1 കൂടുക, 15 16 ആവാൻ 1 കൂടുക. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് 1 ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ 1 ആണ് ഇവിടെ കോമൺ ഡിഫറൻസ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിവിടെ പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒരു സുഖമില്ലല്ലേ? ഈ ഒരു സംഭവത്തിന് 14 15 16 17 18 എന്നെല്ലാം വരുന്ന ആ ഒരു നമ്പർ പാറ്റേൺ എന്ന് പറയാൻ ഒരു സുഖമില്ല അല്ലേ? അപ്പോൾ നമ്പർ പാറ്റേൺ എന്നുള്ള കാര്യം നമുക്ക് നേരെ തിരിച്ച് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാലോ? സെയിം സംഭവം. നമ്പർ പാറ്റേണും അരിത്തമാറ്റിക് സീക്വൻസും സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമ്പർ പാറ്റേൺ എന്ന് പറയുന്നതിന് പകരം നമ്മളെല്ലാവരും അരിത്തമാറ്റിക് സീക്വൻസ് എന്നാണ് ഈ ഒരു സംഭവത്തിനെ പറയാൻ പോകുന്നത്. ഇങ്ങനെ നമ്പേഴ്സ് എഴുതിയിട്ട് നമ്പർ പാറ്റേൺ നമ്മൾ പറയുന്നതിന് പകരം നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് എന്നാണ് അതിനെ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്പർ പാറ്റേൺ എന്ന് പറയണ്ട, ഭയങ്കര കഷ്ടം. ഇനി അരിത്തമാറ്റിക് സീക്വൻസ്. ഓക്കെ, അപ്പോൾ അരിത്തമാറ്റിക് സീക്വൻസ് അപ്പോൾ 14 15 16 17 18 19 എല്ലാം ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഇനി നമുക്ക് വേറൊരു അരിത്തമാറ്റിക് സീക്വൻസ് നോക്കാം. ഇനി നമ്മളുടെ എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ ഞാൻ വാട്ടെന്നല്ല എഴുതിന്, എന്താന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അധികം വിശദീകരിക്കണ്ടല്ലോ. ഒരു നമ്പർ പാറ്റേൺ, അത്രേ ഉള്ളൂ. വേറൊരു അരിത്തമാറ്റിക് സീക്വൻസ് നമുക്ക് നോക്കാം. 2ൻ്റെ കൂടെ 3 കൂട്ടി 5, 5ൻ്റെ കൂടെ നമ്മൾ പിന്നെ ഒരേ നമ്പർ തന്നെ കൂട്ടിക്കൊണ്ടിരിക്കണ്ടേ? അപ്പോൾ നമ്മൾ ഇനി 2ൻ്റെ കൂടെ 3 കൂട്ടിയിട്ടില്ലേ 5 ആയ, അപ്പോൾ 5ൻ്റെ കൂടെ 3 കൂട്ടിയാണെങ്കിൽ 8 ആവും അല്ലേ? 8ൻ്റെ കൂടെ 3 കൂട്ടിയിട്ടാണെങ്കിൽ എന്താവും? 11 ആവും. 11ൻ്റെ കൂടെ 3 കൂട്ടിയിട്ടാണെങ്കിൽ 14 ആവും. അപ്പോൾ ഇതൊരു നമ്പർ പാറ്റേൺ അല്ലെങ്കിൽ അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോൺസ്റ്റൻ്റ് ആയ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. എത്രയാ? 3 ആണ്. ഓക്കെ, 3 ആണ് ഇതിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള, ഒരിക്കലും മാറാണ്ട് കൂടി പോകുന്നൊരു സംഖ്യ, അതായത് കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നമ്പർ. 2ൻ്റെ കൂടെ 3 കൂട്ടി 5, 5ൻ്റെ കൂടെ 3 കൂട്ടി 8, 8ൻ്റെ കൂടെ 3 കൂട്ടി 11. ഓക്കെ, അപ്പോൾ 3 ആണ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. 3 കൂട്ടിയിട്ടാണ് ഈ സീക്വൻസ് പോകുന്നത്. 3 + 3 + 3 പിന്നെയും +3. അപ്പോൾ 3 ആണ് ഇവിടെ കോമൺ ആയിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന വലിയ വാക്കിനെ അടിച്ച് ചെറുതാക്കി നമുക്ക് ചെറിയൊരു വാക്കാക്കിയാലോ? കോമൺ ഡിഫറൻസിനെ മനുഷ്യന്മാർ അടിച്ച് ചെറുതാക്കി. ഇനി കോമൺ ഡിഫറൻസിന് എന്താണ് പറയുക? ഡി എന്നാണ് ഇനി കോമൺ ഡിഫറൻസിനെ പറയുക. ഓക്കെ, എന്ത്? ഡി എന്നാണ് ഇനി മനുഷ്യർ കോമൺ ഡിഫറൻസിനെ പറയുക. എന്താണ് ഡി? കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഡി. മനസ്സിലായില്ലേ? ഇനി കോമൺ ഡിഫറൻസ് നമ്മൾ ഇനി പറയൂല, ഡീനെ പറയുള്ളൂ. അതുപോലെ അരിത്തമാറ്റിക് സീക്വൻസ് ഇനി നമ്മൾ പറയുള്ളൂ, നമ്പർ പാറ്റേൺ ഇനി നമ്മൾ പറയൂല. ഓക്കെ, അരിത്തമാറ്റിക് സീക്വൻസും ഡിയും മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളിതിൽ 2 ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 2 ആദ്യത്തെ ടേം ആണല്ലേ? ആദ്യത്തെ നമ്പർ ടേം എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ്, ഒരു പാറ്റേണിലുള്ള നമ്പേഴ്സിനാണ് ടേംസ് എന്ന് പറയുക. ഓക്കെ, ടേംസ് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേ വേണ്ട. ഓക്കെ, 2 കാണുന്നുണ്ടോ നിങ്ങൾ ഈ സീക്വൻസിൽ? കാണുന്നില്ലേ? അപ്പോൾ 2 ആദ്യത്തെ നമ്പർ അല്ലേ ഈ സീക്വൻസിൽ? ഞാനിതാ ഇവിടെ കാണിച്ചു തരാം. 2 ആദ്യത്തെ നമ്പറാണ് ഈ സീക്വൻസിൽ അല്ലേ? അപ്പോൾ 2നെ നമ്മൾ ഫസ്റ്റ് ടേം എന്ന് പറയാം അല്ലേ? ആദ്യത്തെ നമ്പർ, ഫസ്റ്റ് ടേം. ഓക്കെ, ആദ്യത്തെ നമ്പറിനെ ഫസ്റ്റ് ടേം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം നമ്മൾ അടിച്ച് ചെറുതാക്കുക. എന്താക്കി? എഫ് ആക്കി മാറ്റി. ഓക്കെ, ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എഫ്, കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഡി, അരിത്തമാറ്റിക് സീക്വൻസ് നമ്പർ പാറ്റേൺ എന്ന് പറയുന്നത് അരിത്തമാറ്റിക് സീക്വൻസ്. അപ്പോൾ 3 കാര്യം നമ്മൾ ഈസി ആക്കി പഠിച്ചേ. ഫസ്റ്റ് ടേം ആയിട്ടുള്ള 2നെ നമ്മളിനി എഫ് എന്നുകൊണ്ട് സൂചിപ്പിക്കും. അപ്പോൾ ഇവിടുത്തെ എഫ് എത്ര? 2 ആണ്. കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഇതിൽ എത്രയാ?
3 ആണ് ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ്. അപ്പോൾ ഡി എന്നാണ് നമ്മൾ അടിച്ച് ചെറുതാക്കിയത്. അപ്പോൾ D3 ആണ്. ഓക്കെ, ഇനി നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കിയ, ഇനി നമ്പർ പാറ്റേൺ എന്ന് പറയൂല, അരിത്തമാറ്റിക് സീക്വൻസിനെ പറയുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഇതെങ്ങനെ ഈസി ആക്കി പഠിക്കുന്ന കുറേ കാര്യം മനസ്സിലാക്കി. പക്ഷെ ഇതെല്ലാം എങ്ങനെ ഈസി ആയിട്ട് പഠിക്കുക? ഞാൻ ഇതുവരെ കേൾക്കാത്ത പുതിയ കാര്യമാണ്. അപ്പോൾ ഇതെൻ്റെ തലയിൽ നിൽക്കണ്ടേ? ആ കാര്യം പിന്നെയും ചെയ്തുകൊണ്ടിരിക്കണ്ടേ? അപ്പോൾ ഇതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കാൻ പോകുന്ന ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ അങ്ങ് നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കണം. വളരെ സിമ്പിളാണ്, പേടിക്കേണ്ട ഒരാവശ്യമില്ല. വളരെ സിമ്പിൾ, പഠിച്ചത് വെച്ച് വളരെ സിമ്പിളാണ്. ഓക്കെ, ഒരു സീക്വൻസ് ഉണ്ടാവും, അതിനൊരു കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാവും, ഒരു ഫസ്റ്റ് ടേം ഉണ്ടാവും. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. ആദ്യത്തെ ഇതാണ് നമ്മളെ സീക്വൻസ്. 2 4 6 ഡാഷ് ഡാഷ്. ആ 2 ഡാഷിൽ ഉത്തരം നൽകണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 2ഉം 4ഉം തമ്മിലുള്ള ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്താ? ഡി എന്താണ്? ഈ സീക്വൻസിൻ്റെ ഡി എന്താണ്? അപ്പോൾ നിങ്ങൾ നോക്കിയാട്ടെ, ഈ സീക്വൻസിൻ്റെ ഡി എന്താണ്? 2 ആണ് ഈ സീക്വൻസിൻ്റെ ഡി അല്ലേ? 2 ആണ് ഈ സീക്വൻസിൻ്റെ ഡി. അപ്പം 2 ആണ് ഡി എന്നുള്ള കാര്യം മനസ്സിലായി. ഫസ്റ്റ് ടേമും കൂടി നമുക്ക് കണ്ടുപിടിച്ചാലിയാ എഫ് അല്ലേ? എഫ് എന്താണ്? എഫ് 2 ആണ് അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് 2 F2. ഓക്കെ, അതിപ്പം ഡിഫറെൻ്റ് ആവാം. 2 തന്നെ ആവണമെന്നില്ല, രണ്ടും ഡിഫറെൻ്റ് ആയി മാറാം. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് 2 F2. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇനി അടുത്ത ടേം വേണം അല്ലേ? 6ന് ശേഷമുള്ള ടേം. അപ്പോൾ നമുക്ക് അടുത്ത നമ്പർ കിട്ടണമെങ്കിൽ 6ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയിട്ട് 8. അപ്പോൾ 8ന് ശേഷം 8ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് 2 കൂട്ടിയിട്ട് 10. അപ്പോൾ ഇവിടെ എന്താ വേണ്ടതെന്നുള്ള ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഗെയിം നമുക്ക് കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആക്കി മാറ്റിയാലോ? ഇതാണ് നമ്മളെ അടുത്ത ചോദ്യം. ഇതിൽ 2 എണ്ണം തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് ഉത്തരങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡി എന്താന്നുള്ള കാര്യം എഴുതി വെക്കണം. എന്താണ് ഡി? ഡി എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? 15ഉം 18ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതാണ് ഡി. അപ്പോൾ എത്രയാണ്? 3 ആണ് ഡി. ഫസ്റ്റ് ടേം ഏതാണ്? 15 അല്ലേ? അത് എഴുതി വെച്ചാളിയാ. എന്ത് സീക്വൻസ് കിട്ടിയാൽ ആ 2 കാര്യങ്ങൾ എഴുതി വെച്ചാളിയാ. ഓക്കെ, ഇനി നമുക്ക് 18ന് ശേഷമുള്ള നമ്പർ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കോമൺ ഡിഫറൻസ് 18ൻ്റെ കൂടെ കൂട്ടുക, 3 18ൻ്റെ കൂടെ കൂട്ടുക. എന്താണ്? 21 വരും അല്ലേ? അപ്പോൾ 24ന് ശേഷമുള്ള എങ്ങനെ കണ്ടുപിടിക്കൂ? 24ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 3 കൂട്ടുക. അപ്പോൾ എന്താണ്? 27 വരും അല്ലേ? അപ്പോൾ ഈ സീക്വൻസ് നമ്മൾ അങ്ങനെ സിമ്പിളായിട്ട് സോൾവ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ? എന്നാവാ 4 7 ഡാഷ് ഡാഷ്. ആ 2 ഡാഷ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതുക? കോമൺ ഡിഫറൻസ് ഡി എന്താണ്? ഇതിൽ കോമൺ ഡിഫറൻസ് 4ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ് ഇവിടെ കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേമോ എഫ് എന്താണ്? ഇവിടുത്തെ എഫ് 4 ആണ് ഇവിടുത്തെ ഫസ്റ്റ് ടേം അല്ലേ? ഓക്കെ, അത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ച്. ഇനി നമുക്ക് 7ന് ശേഷമുള്ള 2 നമ്പേഴ്സ് വേണം അല്ലേ? അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് കൂട്ടുക, 7ൻ്റെ കൂടെ 3 കൂട്ടുക. അപ്പം നമുക്കിവിടെ 10 കിട്ടും. 10ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് 3 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 13 കിട്ടും. അതുപോലെ 13ന് ശേഷമുള്ള നമ്പർ എന്താണ് ചെയ്യുക? ഡി കൂട്ടുക. അപ്പോൾ ഡി ആയിട്ടുള്ള 3 കൂട്ടുമ്പോൾ 16 വരും ഇവിടെ. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ കാര്യത്തിനാണ് നമ്മളെല്ലാം ഇങ്ങനെ പേടിക്കുന്നത്. പേടിക്കേണ്ട ഒരാവശ്യമില്ല.